എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മളുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കുക എന്നതാണ് കേട്ടോ. അപ്പോൾ പായസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് പായസം. അതും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ ശർക്കര പായസം, അതായത് പ്രഥമൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. അപ്പോൾ തേങ്ങയുണ്ട്, ചെറുപയർ പരിപ്പ്, പിന്നെ കശുവണ്ടി, മുന്തിരി, എള്ള്, ചുക്ക്, അതേപോലെ തന്നെ ഏലക്ക, പിന്നെ ചെറിയ ജീരകം. അങ്ങനെ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി ആദ്യം തന്നെ എടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തീയിലല്ല കേട്ടോ, നേരെ സ്റ്റൗവിലേക്ക് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കാം. അതിനുശേഷം അവൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ജീരകവും അതേപോലെ ചുക്കും ഏലക്കയും പൊടിച്ച് മാറ്റാം. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മുന്തിരി, എള്ള്, അതേപോലെ കശുവണ്ടി പരിപ്പ്, ഇതെല്ലാം നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള നെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി പരിപ്പൊക്കെ വേവിച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ശർക്കര പാനി ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നേരെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അതായത് മുന്തിരി വറുത്തെടുക്കാനുണ്ട്, അതേപോലെ കശുവണ്ടി വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം മുന്തിരി ഇങ്ങനെ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വറുത്തങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നല്ലതുപോലെ അങ്ങനെ വലുതായി ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാകത്തിനൊക്കെ വരുന്നുണ്ട്, പക്ഷേ പൊട്ടിത്തെറിക്കില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്നതല്ലേ, ഇഷ്ടം പോലെ ഇട്ടോളൂ, നോ പ്രോബ്ലം. അപ്പോൾ കശുവണ്ടി പരിപ്പ് നല്ലതുപോലെ അങ്ങോട്ട് റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇവനെയും അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം. അടുത്തതായി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പായസത്തിനൊരു പ്രത്യേക രുചി തന്നെയാണത്. സാധാരണ രീതിയിൽ ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിലും അല്ലെങ്കിൽ പഴമില്ലെങ്കിലും ഒക്കെ നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാം. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പായസം എന്ന് തന്നെ പറയുന്നത് തന്നെ ഒരു പ്രത്യേകതയാണ് അല്ലേ? അപ്പോൾ പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കോ അപ്പോൾ വിശാലമായിട്ടുള്ള അതിരുചി തന്നെയായി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇനി പഴവും കൂടി വറുത്ത് മാറ്റിയിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് തേങ്ങയുടെ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് രണ്ടാം പാലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിന് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കും. നമ്മൾ അത്രയ്ക്ക് സാഹസത്തിനൊന്നും മുതിരുന്നില്ല. ഒന്നാം പാലും രണ്ടാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടാം പാൽ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നുകൂടെ വേവാനുണ്ടായിരുന്നു പരിപ്പ്, പിന്നെ അത് മാത്രമല്ല നല്ലതുപോലെ ഒന്ന് ഉടയാനുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് അരിച്ച് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ ശർക്കര പാനിയും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കുമ്പോഴേക്കും ഫുൾ ടൈം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ ചട്ടിയുടെ അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അതനുസരിച്ച് ഓരോ സാധനങ്ങൾ ചേർക്കുക. അപ്പോൾ നമ്മളുടെ പായസം നല്ലതുപോലെ തിളച്ചങ്ങനെ റെഡിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ ഒന്നാം പാൽ കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒന്നാം പാലും കൂടി ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി വീണ്ടും നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തൊന്ന് കുറുക്കി എടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പായസം ഇതേപോലെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒന്നാം പാല് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഇനി നമുക്കിനി വലിയ പ്രയാസമൊന്നുമില്ല, നമ്മുടെ പായസം ഏകദേശം തയ്യാറായിട്ടുണ്ട്. പക്ഷെ നമ്മളിത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാനെടുത്ത സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുത്ത് രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് 11 മണിയായപ്പോഴത്തേക്ക് പായസം ഉണ്ടാക്കി കഴിഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നേ അരച്ചും അതേപോലെ പൊടിച്ചും പിഴിഞ്ഞും വേവിച്ചൊക്കെ എടുക്കാനായിട്ടുള്ള സമയമാണ്. ഇനിയിപ്പോൾ നമുക്ക് എള്ള് അതേപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ട് എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി നമ്മളുടെ പൊടികളുണ്ട്, പിന്നെ അതേപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതനുസരിച്ച് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുന്തിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ചുക്ക്, അതേപോലെ തന്നെ ഏലക്ക, പിന്നെ ജീരകവും ഇതെല്ലാം കൂടി പൊടിച്ചത് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പായസത്തിൻ്റെ ഒരു സ്മെല്ലങ്ങാട് വരും. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പായസത്തിൻ്റെ സ്മെല്ല് കൊണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ അടിക്ക് പിടിക്കാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ചെറിയ തീയിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. പായസം തണുപ്പിച്ച് കുടിക്കുന്നതും അതേപോലെ തന്നെ ചൂടോടുകൂടി കുടിക്കുന്നതും ഒരു പ്രത്യേക രുചി തന്നെയല്ലേ. അപ്പോൾ നമ്മളുടെ പായസം ഫൈനലായിട്ട് ഇതാ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. കാരണം കൊതി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കും അത് സാധിക്കുള്ളൂ, മനസ്സിലാകുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കും